ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീനുള്ള ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഈ സമയങ്ങളിലൊക്കെ ചെമ്മീനൊക്കെ അല്ലേ നമുക്ക് കിട്ടാറുള്ളൂ. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് അതിനെ ഒന്ന് മസാല പുരട്ടി എടുക്കാന്ന് വെച്ച് അതങ്ങനെ മസാല പുരട്ടി എടുത്ത്. അപ്പോൾ നമുക്ക് കറികൾക്ക് വേറെയുള്ള സാധനങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഒരു എളുപ്പപ്പണി, അത് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പരിപാടിയാണല്ലോ. ഇതാകുമ്പോൾ വേറെ കറികൾ അന്വേഷിച്ച് നടക്കണ്ട. അപ്പം ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ചെമ്മീൻ ബിരിയാണി. അപ്പോൾ അതിനായിട്ടുള്ള റൈസ് ഞാൻ വേവിക്കണം. ഈ ചെമ്മീനൊക്കെ നമുക്ക് മസാല പുരട്ടി ഒന്ന് വറുത്തെടുക്കണം. ഇത് ചെമ്മീൻ മസാല പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അതിന് വേണ്ട മസാലയൊക്കെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ചട്ടി വെച്ച് ഞാനെല്ലാം അതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. ചെമ്മീൻ ഞാനപ്പോൾ ചോറ് വെച്ച് വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ചോറ് വെക്കണം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോഴേക്കും ആ ചോറ് ഞാൻ വേവിച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും, ഞാൻ ചോറ് വെക്കുന്നത് ബിരിയാണി റൈസ്, കൈമ റൈസാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അത് ഞാൻ വെള്ളം ഒഴിച്ച് വേവിച്ച് അത് ഊറ്റി അതിൻ്റെ പശത്തൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുക്കാറുള്ളത്. വെള്ളം പറ്റിച്ച് എടുക്കൽ കുറവാണ്, അങ്ങനെ വെക്കലില്ല. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും അതിൽ ചോറൊക്കെ പാർത്തി കൊടുക്കും. അതിൻ്റെ ചോറിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാനായിട്ട് ഞാനിപ്പോൾ സവാളയും കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാമല്ലാന്ന് വെച്ചു. അത് അവിടെ വറുക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ തട്ടിക്കൂട്ടിയൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം കറികളില്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഒപ്പിച്ചൊക്കെ എടുക്കണം. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അപ്പോൾ ആരൊക്കെ ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇച്ചിരി നേരം അടച്ചൊക്കെ വെച്ച് ഒന്ന് ഇതായി കഴിയുമ്പോൾ അതിന് വേണ്ടി ഒരു കുറച്ച് കച്ചമ്പർ കൂടെ റെഡിയാക്കിയിട്ട്, അപ്പോൾ കച്ചമ്പറും ആക്കിയതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് ഒന്ന് പകർത്തി നമുക്കൊന്ന് എടുക്കണം. ചോറിന് കൂട്ടാനായിട്ട് ഞാൻ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം വറുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സേഫായിരിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.